മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ ടി.കെ. രാജഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ടി.കെ. രാജഗോപാൽ, ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇതിന്റെ ഈ സ്ഥാനത്തേക്കൊക്കെ വന്നത് ഒരു പെയ്ഡ് ജില്ലാ പ്രസിഡന്റ് ആയതുപോലും NM രാജു ജില്ലാ പ്രസിഡന്റ് ആയതുപോലും ഒരു പെയ്ഡ് സീറ്റ് ആണെന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബിനാമി മണി ഉണ്ട് ഈ നെടുമ്പറമ്പിലുമായി ബന്ധപ്പെട്ടെന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആര്യ, ഇതിനകത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നൊരു ചിത്രം നമ്മൾ കണ്ടിരുന്നു, അല്ലേ? വളരെ ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷവാനായിട്ട് ഇറങ്ങി വരികയാണ്. ഒരു കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളതായിട്ട് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് തോന്നുന്നില്ല. എനിക്കതിനകത്ത് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പോറ്റി എന്തോ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കൊണ്ട് ഞാൻ പോവുകയുള്ളൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉള്ള 2ാമത്തെ ചിത്രം പുറത്തു വന്നു. ഇതാ വൈകുന്നേരം മാതൃഭൂമി തന്നെയാണ് അടൂർ പ്രകാശനോടൊപ്പമുള്ള മറ്റൊരു ചിത്രവും പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് ആര്യ ചോദിച്ച ചോദ്യം ഈ നെടുമ്പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇവിടെ പിന്നെ ആൻ്റണിക്ക് കൃത്യമായിട്ട് അത് പറയാമായിരുന്നു, അദ്ദേഹത്തിനത് വ്യക്തമാക്കാവുന്ന കാര്യമായിരുന്നു. അതേപോലെ തന്നെ രാജു പറഞ്ഞ കാര്യത്തിനകത്തിലും ചില അവ്യക്തതകളുണ്ട്. അത് രാജുവിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്നൊരു കാര്യമാണ്. രാജു പറയുന്നത് ആൻ്റണിക്ക് 2 കോടി രൂപ ഞാൻ വായ്പയായി കൊടുത്തെന്നാണ് പറയുന്നത്. ആ വാക്ക് ശ്രദ്ധിക്കണം, വായ്പയായി കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരു ഫിനാൻസ് നടത്തുന്ന ഒരാളിന് പലിശയ്ക്ക് വായ്പ കൊടുക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സാധ്യതകളും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അത്ര പണവും ഉണ്ടാവും. അങ്ങനെ വായ്പ കൊടുക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി വേണം, അതിനെയാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി. ഇന്നലെ ആ വാക്ക് അതിനകത്തിൽ വന്നിരുന്നു, പത്രസമ്മേളനത്തിൽ വന്നിരുന്നു. നമ്മൾ വായ്പയ്ക്ക് ഈട് കൊടുക്കുക എന്ന് പറയും. ആ ഈട് അങ്ങനെ ആൻ്റണിക്ക് 2 കോടി രൂപ കൊടുത്ത സമയത്ത് എന്തെങ്കിലും ഈടായിട്ട് എന്തെങ്കിലും പ്രമാണങ്ങളോ വസ്തുക്കളോ ആൻ്റണിയുടെയോ കുടുംബത്തിൻ്റെയോ പേരിലുള്ള കാര്യങ്ങൾ അത് ശ്രീ രാജു വാങ്ങിച്ചിട്ടുണ്ടോ? അതാണോ ഈ രാജു പറയുന്നത് എൻ്റെ രേഖയുണ്ടെന്ന് പറയുന്നത്? അതായിരിക്കുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അങ്ങനെ വാങ്ങിക്കാതെ അത് രാജു വളരെ ബുദ്ധിമാനാണ്, മുമ്പേ ആര്യ സൂചിപ്പിച്ചുള്ള വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. രാഷ്ട്രീയം കൊണ്ട് അദ്ദേഹം ബിസിനസ്സുകാരനുമാണ്. അങ്ങനെ ഒന്നും കാണാതെ രാജു 2 കോടി രൂപ കൊടുക്കുമെന്ന് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആ വാദത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ പണത്തിൻ്റെ കാര്യം. ഈ പണം എങ്ങനെ കൊണ്ടുപോയി? 2 കോടി രൂപയാണ്. 2019 ആൻ്റണിക്ക് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണ്, 4 തവണ MP ആയ ആളാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു MP മത്സരിക്കുന്ന സമയത്ത് പണം കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അതല്ലാതെ അഡീഷണൽ ചിലവുകൾ വരാം, തീർച്ചയായിട്ടും അഡീഷണൽ ചിലവ് വരാൻ. 2019 സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിലെ യുവതീ പ്രവേശനം കഴിഞ്ഞ് സർക്കാരും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് നടന്ന മത്സരമാണ് അവിടെ. ആൻ്റണി ശരിക്കും കടുത്ത മത്സരം നേരിട്ടതാണ്. കടുത്ത മത്സരം നേരിടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് BJPയുടെ ആ ശബരിമലയിലെ നായക പരിവേഷത്തോടു കൂടിയാണല്ലോ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇരുമുടിക്കെട്ട് വരെ പോലീസ് സ്റ്റേഷൻ വെച്ച് തട്ടിത്തെറിപ്പിച്ചു എന്നൊക്കെയുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ ശബരിമലയിലെ അന്നത്തെ സംഭവങ്ങളും, അങ്ങനെ ഒരു വലിയ പരിവേഷത്തോടു കൂടിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് മത്സരിക്കുന്നത്. അപ്പോൾ ആൻ്റണി ശരിക്കും നല്ല സമ്മർദ്ദം നേരിട്ട സമയമാണ്. അപ്പോൾ അഡീഷണൽ ചിലവുകളുണ്ടാകാം. പാർട്ടിക്കാരുടെ നമ്മൾ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നത് ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്, അതല്ലാത്ത ഫണ്ടുകൾ ചിലവഴിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വായ്പ എടുത്തത്? ഒരു പക്ഷേ ആൻ്റണി വായ്പ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയും സംശയിക്കാം. പക്ഷേ ആൻ്റണി ഇന്നലെ പറഞ്ഞ മറുപടിയിലാണ് നമുക്ക് സംശയം വരുന്നത്. മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സംഭാവന എന്നാണ് പറയുന്നത്. രാജു പറയുന്നത് വായ്പയാണ്, ആൻ്റണി പറയുന്നത് സംഭാവനയാണ്. സംഭാവന സ്വീകരിക്കാറുണ്ട്, അത് സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളും എല്ലാ രാഷ്ട്രീയക്കാരും അതാണ്. അവിടെ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആൻ്റണിക്ക് തന്നെ ഇത് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ ഇതിനകത്തൊരു ഇത് സംഭാവനയാണോ വായ്പയാണോ എന്നുള്ളത്. 20 ലക്ഷം ഞാൻ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്, പക്ഷേ എത്ര വാങ്ങിച്ചു എന്ന് പറയുന്നില്ല. അതേപോലെ ട്രാൻസാക്ഷൻ രാജു പറയുന്ന പ്രകാരമാണ് എത്ര വാങ്ങി എത്ര തിരികെ കൊടുത്തു, രണ്ടിലും ഒരു നമ്പർ പറഞ്ഞിട്ടില്ല ആൻ്റണി. 20 ലക്ഷം രൂപ തിരികെ കിട്ടിയെന്ന് പറഞ്ഞത് NM രാജുവാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.